നമസ്കാരം. നമ്മുടെ നാട്ടിൽ സ്കൂളുകളുള്ളതിനേക്കാളും ഹോസ്പിറ്റലുകളുള്ളതിനേക്കാളും കൂടുതൽ മന്ത്രവാദികളും മന്ത്രവാദ കേന്ദ്രങ്ങളുമുണ്ട്. ഈ മന്ത്രവാദികളെ ആശ്രയിക്കുന്നത് ആരെന്ന് നോക്കാൻ നമ്മളൊന്ന് ചുറ്റും തിരിഞ്ഞു നോക്കിയാൽ മതി. എത്ര പേരുടെ ആത്മവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അവർ എന്തൊക്കെ അവരുടെ ശരീരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആത്മവിശ്വാസത്തിൻ്റെ അളവുകോല് ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള യന്ത്രങ്ങളും മേലസ്സുകളിലും ആണ് കണക്കാക്കുന്നത്. ആത്മവിശ്വാസം സംരക്ഷിക്കാൻ മാത്രമല്ല, ദോഷങ്ങൾ തീർക്കാനും ഇതേ മന്ത്രവാദികളെയാണ് പലരും ആശ്രയിക്കുന്നത്. ചിലർക്കൊക്കെ അയൽവക്കക്കാർ ചെയ്യും മന്ത്രവാദം എന്ന പേടിയും, അല്ലെങ്കിൽ കുടുംബക്കാർ ചെയ്യും മന്ത്രവാദം എന്ന പേടിയും അവരെ മന്ത്രവാദികളുടെ അടുത്ത് എത്തിക്കാറുണ്ട്. മറ്റു ചിലർ അവരുടെ ജോലിയിൽ അഭിവൃദ്ധി കിട്ടാനും സമ്പത്ത് കൂടാനുമൊക്കെ മന്ത്രവാദികളെ ആശ്രയിക്കാറുണ്ട്. മാനസിക പ്രശ്നങ്ങൾക്കും മന്ത്രവാദികളെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക നമ്മളെ തന്നെയാണ്. നമ്മുടെ തലച്ചോറ് എന്താണോ പറയുന്നത് അതാണ് നമ്മൾ വിശ്വസിക്കുക. പുറം ലോകം നമ്മൾ അറിയുന്നത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക് ഒക്കെ തെറ്റായ മെസ്സേജുകൾ നമ്മളോട് പറഞ്ഞെന്നിരിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞെന്നിരിക്കും. ഇല്ലാത്ത ശബ്ദം കേട്ടു എന്ന് പറഞ്ഞെന്നിരിക്കും. നടക്കാത്ത കാര്യം നടന്നു എന്ന് പറഞ്ഞെന്നിരിക്കും. ഇതിനെ നമ്മൾ ഹാലൂസിനേഷൻസ് എന്നാണ് പറയുക. ഹാലൂസിനേഷൻസ് വരാനുള്ള ചില കാരണങ്ങൾ ബയോളജിക്കൽ റീസൺ കൊണ്ട്, എന്തെങ്കിലും ബയോളജിക്കൽ കാരണങ്ങൾ കൊണ്ട്, ആക്സിഡൻറ്റോ രോഗാവസ്ഥയോ ഒക്കെ കൊണ്ട് നമ്മളുടെ തലച്ചോറ് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞെന്നിരിക്കും. നീണ്ട കാലം വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിലും നമ്മളുടെ ശരീരത്തിലെ ഹോർമോണുകളിൽ വ്യതിയാനം വരികയും നമ്മളുടെ തലച്ചോറ് നമ്മളോട് തെറ്റായ കാര്യം പറയാനും സാധ്യതയുണ്ട്. വളരെ വേദനാകരമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ചിലർക്കും ഇതേപോലെ ഹലൂസിനേഷൻസ് ഉണ്ടാവാറുണ്ട്. മറ്റൊരു കൂട്ടർ മദ്യവും മയക്കുമരുന്നും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഹലൂസിനേഷൻസിൽ എത്തിപ്പെടുക. മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗവും ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക. ഫോൺ വീഡിയോ കാണുക, വയലൻ്റ് ആയിട്ടുള്ള ഗെയിമുകൾ കളിക്കുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് സ്റ്റിമുലേഷൻ നടക്കും, ഉത്തേജിക്കപ്പെടും, അമിതമായിട്ട് ഉത്തേജിക്കപ്പെടും. അത് പിന്നെ പൂർവാവസ്ഥയിലെത്തി എന്ന് വരില്ല, അതിന് തോന്നിയ പോലെ അത് പ്രവർത്തിച്ചു എന്ന് വരും. നമ്മുടെ തലച്ചോറ് നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിലും നമ്മൾ പോകുന്നത് മന്ത്രവാദികളുടെ അടുത്ത് തന്നെയാണ്. നമ്മളില്ലാത്ത ശബ്ദം കേൾക്കുന്നു, ആരോ നമ്മുടെ അടുത്തുകൂടി പോകുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഭൂതവും പ്രേതവും ഒക്കെ ആണല്ലോ. അത്തരക്കാരെ കൈകാര്യം ചെയ്യാനിരിക്കുന്ന എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരല്ലേ മന്ത്രവാദികൾ. അതുകൊണ്ട് വളരെ അഭിമാനത്തോടെയാണ് പലരും മന്ത്രവാദികളുടെ അടുത്ത് എത്തുന്നത്. യാതൊരു നാണക്കേടുമില്ല. കയ്യിൽ ഐഫോണൊക്കെ ഉണ്ടാവും, ഏറ്റവും പുതിയ കാറുകളും ഉണ്ടാവും, ശാസ്ത്രത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റുകളും ഉപയോഗിക്കാം. പക്ഷേ തലച്ചോറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് തെറ്റായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് മന്ത്രവാദികളെയാണ്. ഒരു മാനസിക രോഗ വിദഗ്ധനെയോ ഒരു കൗൺസിലറെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒന്നും അപ്രോച്ച് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് നാച്ചുറലായിട്ട് ജീവിക്കുക, നമ്മുടെ തലച്ചോറിനെ ഒരുപാടൊന്നും ഉത്തേജിപ്പിക്കാൻ വിട്ടുകൊടുക്കാതിരിക്കുക, പ്രകൃതിക്ക് അനുസരിച്ച് ജീവിക്കുക. അപ്പോഴത് തെറ്റായ മെസ്സേജുകൾ നമ്മളോട് പറയാതിരിക്കും, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മാനസിക രോഗാവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ലോകാരോഗ്യ സംഘടന പറയുന്നത് ഇനി അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഡിപ്രഷൻ മൂലമായിരിക്കുമെന്നാണ്. ക്യാൻസർ മൂലമോ ഹാർട്ട് അറ്റാക്ക് മൂലമോ ആയിരിക്കില്ല. അതുകൊണ്ട് പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുന്നതായിരിക്കും നമ്മളുടെ ആരോഗ്യത്തിനും നമ്മളുടെ ചുറ്റുമുള്ളവരുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലത്. താങ്ക് യു.